അങ്ങനെ ബറാത്തിൻ്റെ നോമ്പും കഴിഞ്ഞ്. അപ്പോൾ ബറാത്തിൻ്റെ നോമ്പിൻ്റെ വിശേഷം നോക്കിയാലോ, ഞാൻ വൈകുന്നേരം കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്ക് പരിപ്പ് എല്ലാം ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പരിപ്പിലേക്ക് കുറച്ച് മുളകും ഉപ്പും കറിവേപ്പില ഇട്ടിട്ട് നല്ല പോലെ ചതച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ട് എടുത്താൽ പരിപ്പ് ഇടേണ്ടത് റെഡി ആവും കേട്ടോ. അപ്പോൾ അമ്മാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ അതെല്ലാം അത് ആക്കുന്നതിൻ്റെ ഇടയിൽ അമ്മാനൊരു 100 വട്ടം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതായ ആയാന്ന്. അങ്ങനെ ലുലുവിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ആക്കുന്നുണ്ട്. അതിന് നമ്മളെ സമൂസൻ്റെ മസാല പോലെ തന്നെ കേട്ടോ, ഉള്ളിയും മറ്റേ പച്ചമുളകും കറിവേപ്പിലെല്ലാം മുറിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പരത്തി വെച്ചതിൻ്റെ ഒരു ഇത് നോക്കിയേ. അങ്ങനെ ഞാൻ അതെല്ലാം അവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലുലു നമ്മൾ മസാല റെഡിയാക്കുന്നുണ്ട്, സമൂസൻ്റെ മസാല പോലെ തന്നെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ പുഴുങ്ങിയ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനെല്ലാം തൊലിയിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നെയ്പ്പത്തലിന് ഇറക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. നെയ്പ്പത്തലിൻ്റെ വീഡിയോ ഞാൻ മുന്നിട്ടുകൊണ്ട് പ്രത്യേകിച്ച് അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ലുലു ഇതുപോലെ ദോശ ഇട്ടിട്ട് അങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ ചുട്ട് എണ്ണയിലേക്ക് മസാല വെച്ച് എണ്ണയിൽ പൊരിച്ചിട്ട് എടുക്കുന്നതല്ല. പക്ഷേ ഈ ദോശ വരണ്ട. അപ്പം എന്നോട് പറഞ്ഞു, ഇന്നിനി ഇതന്നെ വേണം. മറ്റേ ഒരു സിനിമയിൽ പറഞ്ഞ കണക്ക് ചപ്പാത്തിയാണോ പുട്ടുവാണോ എന്ന് വെച്ചാൽ കണക്ക് എന്നോട് ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഞാൻ എൻ്റെ ഫാമിലിയിലത്തെ ഒരു നോമ്പിന് ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു ജ്യൂസ് എന്നറിയില്ല, സർവത്ത് അതാക്കുന്നുള്ള കേട്ടോ. കായ് വെള്ളം എന്ന് പറയുമ്പോൾ കായ് വെള്ളം ആക്കുന്നുള്ള കേട്ടോ. അതിലേക്ക് കസ്കസെല്ലാം ഒഴിച്ചിട്ട് അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലുലുവിനോട് ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും ആക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മൈദപ്പൊടിനോട് കുഴച്ചിട്ട് എടുത്തിട്ട് കൈമ വെച്ചിട്ട് തന്നെ പരത്തിയിട്ട് മസാല ഫില്ല് ചെയ്തിട്ട് അതിന് മോമോസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫാത്തിമാനോട് അമ്മാനോട് മോമോസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആയിന്ന്. അങ്ങനെ ഞാൻ എണ്ണയിലിട്ടിട്ട് എടുക്കുമ്പോൾ ലുലു ബത്തക്കയും ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോശമില്ല, എന്തായാലും തട്ടിക്കൂട്ടിയിട്ടാണെങ്കിലും അങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്തല്ലോ. അവൾക്ക് നല്ല ബേജാറായിന് കേട്ടോ. അങ്ങനെ അവള് പ്രിപ്പാൻ അങ്ങനെ അവൾ വിചാരിച്ച പോലെ വന്നിട്ട് അതാണ് പറ്റിയത്. അപ്പോൾ അമ്മാനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ജ്യൂസ് എടുക്കുന്നുള്ളത്. ഒക്കെ കായ് വെള്ളം വേണ്ട, അതിൻ്റെ മീത്തലത്തെ വെള്ളം മാത്രമാണ്. അങ്ങനെ ഞാൻ ഒക്കെ അതിൻ്റെ മീത്തലത്തെ മാത്രം എടുത്തോട്ട് ബാക്കി ലുലുവിനോട് അവിടെ റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അത്ര. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മറാത്തിൻ്റെ നോമ്പ് മുറിക്കാൻ ഇരുന്ന് ബാങ്ക് കൊടുത്ത് അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ നോമ്പെല്ലാം മുറിച്ചിട്ടുണ്ട്. പരിപ്പ് ഇവിടെ പറയാതിരിക്കാനില്ല കേട്ടോ. എന്തോ ഒരു പങ്കൻ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്കുന്ന പരിപ്പോടെ എന്തോ ഒരു പാങ്ങ്, എന്തോ ഒരു ടേസ്റ്റ്. അമ്മാനെ ഇനി ഇന്നും നാളെ മറ്റന്നാണെങ്കിൽ ഇതന്നെ ഓരോന്ന് വെച്ചിട്ട് തിന്നോളൂ. അപ്പോൾ അതിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നിസ്കരിച്ചിട്ടെല്ലാം വന്നിട്ട് ഞാനിതാ ചായ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചായ കുടിച്ചില്ലെങ്കിൽ തലക്കടി കൊണ്ട പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ കുറച്ച് നെയ്പ്പത്തലും ചുട്ടി വെച്ചിട്ട് വേണം ആക്കൊന്ന് പാഞ്ഞ് പോയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബേസ് സ്പീഡിൽ കുറച്ച് നെയ്പ്പത്തൽ കുറച്ചേ ചുടുന്നുള്ളൂ കേട്ടോ. ആർക്കും വേണ്ടാന്ന് തന്നെ പറയുന്നില്ല. എന്നാലും നമ്മൾ എന്തായാലും ചുട്ടാലും പറ്റുമോ. അങ്ങനെ ഞാൻ ഒന്നെടുത്ത് ഒന്ന് മാത്രം തിന്നാമെന്ന് വിചാരിച്ച്. മതി വയറെല്ലാം ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിയും കൂടി ഒഴിച്ചിട്ടില്ല, ബീഫിൻ്റെ ഇന്നലത്തെ കറി കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് തിന്നുമ്പോൾ എൻ്റെ മോനെ പറയണ്ട, നെയ്പ്പത്തലില്ല എല്ലാവരും ഇങ്ങനെ ആക്കിയിട്ട് നോക്കും. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ആക്കാൻ പറ്റുന്ന നെയ്പ്പത്തൽ. ഞാൻ മുന്നേ എൻ്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് കറിക്ക്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ, സീ യു.